ഹോസ്പിറ്റലിലെ നേഴ്സിന് ഞാൻ എപ്പോഴും വഴക്ക് പറയും. കാരണം ആ റൂമിൽ മാത്രം ഒരു 16-15 പേരുമാണ്. ഒരു ലേബർ വാർഡിലൊന്നും അങ്ങനെ ആരും അധികം കേട്ടിട്ടില്ല. അവിടെ എപ്പം വന്നാലും നമ്മൾ ഒത്തിരി ടെൻഷനായിരുന്നു ആ സമയത്ത്. കാരണം നമുക്ക് ഞാന്, അമ്മ, അളിയൻ, ഞങ്ങള് 3 പേര് ആദ്യം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോ ഈ സംഭവങ്ങൾ നമ്മളോട് അടുത്തല്ലേ പറയുന്നേ, ഡോക്ടർമാരൊന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷനിൽ ഞങ്ങൾ നിൽക്കുവായിരുന്നു. തീരെ 2-3 ദിവസം ഞങ്ങൾ ആ ഒരു മുൾമുന നിൽക്കുമെന്ന് പറയായിരുന്നു. ഉറക്കം പോലും. കാരണം അനാമിയെ സിസേറിയൻ കഴിഞ്ഞിട്ട് എല്ലാരെയും പ്രസവം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ കൊണ്ടുവരും. ആ ഹോസ്പിറ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുവാ, ഓപ്പറേഷൻ തിയേറ്ററിനടുത്ത ഒരു ദിവസം ഈ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കിടത്തുന്നത്. അവിടെ കിടത്താൻ നേരത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പകുതി പേരും പോയി. രാത്രി ഞാനാണെങ്കിൽ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ ബ്രഷും പിന്നെ ചൂടുവെള്ളം ഫ്ലാസ്കി, പിന്നെ അവർക്ക് കട്ടൻ കാപ്പിയോടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി. ആദ്യം എന്നെ കയറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞ സിസ്റ്ററിനെ വായിച്ച് ലാസ്റ്റ് എന്നെ കയറ്റി അകത്ത് കാണിച്ച്. അന്നേരം ഈ നട്ടലിനകത്ത് എങ്ങാണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. അതിന്റെ ചെറിയൊരു ബോധമേ ഉള്ളായിരുന്നു. അവിടുത്തെ പിറ്റേന്ന് ഞാനത് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല, പിന്നെ വന്നായിരുന്നു. പക്ഷെ അന്നേരം എന്നെ കണ്ട് ചിരിച്ച് കണ്ണിനിങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം എന്നെ അവിടെ ഇരുത്തി, അവിടെ കൂടെ ആ ദിവസം തന്നെ ഇരുത്തി കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതൊന്നും നമുക്ക് ഓർമ്മയില്ലായിരുന്നു പിറ്റേന്ന്. അങ്ങനെ ഒരാൾ പിറ്റേന്ന് വന്ന് റെസ്റ്റ് എടുക്കുക. ഫുള്ള് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 5 ദിവസം കിടന്നു. അന്നേരം ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ അവിടുത്തെ നേഴ്സുമാരെല്ലാരും നല്ല